സ്റ്റിയറിംഗ് ബാലൻസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ട് മനസ്സിലാക്കണേ. പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ഇരുവശങ്ങൾ വെച്ച് നോക്കിയാണ് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഈ റോഡിൽ സെൻട്രൽ ലൈനുണ്ട്, ബോർഡർ ലൈനുണ്ട്. ആ രണ്ട് ലൈൻ വെച്ചാണ് സ്റ്റിയറിംഗ് ബാലൻസ് പഠിക്കുന്നത്. വീഡിയോയിൽ റോഡ് മാർക്കിംഗ് കാണാം, അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരു റെഡ് ലൈനും കാണാം. ആ രണ്ട് റെഡ് ലൈനുകളും സ്ട്രെയിറ്റ് ആയി പോയി നമുക്ക് റോഡിലെ മാർക്കിങ്ങിലാണ് ടച്ച് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൻ്റെ എൻഡ് സൈഡ് അല്ലെങ്കിൽ ബോർഡർ ലൈൻ നമ്മൾ എപ്പോഴും എവിടെ കീപ്പ് ചെയ്യണോടാ? സ്റ്റിയറിംഗിൻ്റെ ഇടത് ഭാഗത്ത് കീപ്പ് ചെയ്യണം. ഇനി ഇത് നോക്കടാ, നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ഇടത് ഭാഗത്തെ ലൈനും ബോർഡർ ലൈനും തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടോ? അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മുടെ വണ്ടി വലത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ വലത്തേ സൈഡിലുള്ള ലൈന് ആ സെൻട്രൽ ലൈനിലേക്ക് ടച്ച് ആയിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെൻട്രൽ ലൈൻ എവിടെ കീപ്പ് ചെയ്യണോടാ? സ്റ്റിയറിംഗിൻ്റെ ഇടത്തെ സൈഡ് കീപ്പ് ചെയ്ത് തന്നെ പോകണം. നമ്മുടെ സ്റ്റിയറിംഗും ഇടത്തെ സൈഡിലെ ബോർഡർ ലൈനും തമ്മിൽ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ സെൻറ്ററിലേക്ക് ടച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ഇടത്തെ സൈഡിൽ കൂടെ മുന്നോട്ട് നോക്കുമ്പോൾ ബോർഡർ ലൈന് സ്റ്റിയറിംഗിന് ഉള്ളിൽ കൂടെയാണ് കാണുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മൾ റോഡ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ വലത്തെ സൈഡ് സെൻട്രൽ ലൈനിൽ ടച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മുടെ വണ്ടി സെൻട്രൽ ലൈൻ കീപ്പ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് ഒന്ന് ഇടത്തേക്ക് ചരിച്ച് ബോർഡർ ലൈൻ നമ്മൾ എവിടെ കീപ്പ് ചെയ്യണം? സ്റ്റിയറിംഗിൻ്റെ ഇടത്തെ സൈഡ് കാണുന്നത് വരെ ഇടത്തേക്ക് ചേർന്ന് മുന്നോട്ട് പോവുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.